ഓൺലൈൻ ടാക്സി അതോടൊപ്പം തന്നെ റൈഡ് അഗ്രിഗേറ്റർ ആപ്പുകൾക്ക് കേന്ദ്ര സർക്കാർ ഒരു പിടി പിടിച്ചിരിക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ ഒരു ഉപഭോക്താവ് ഈ ഓൺലൈൻ ടാക്സി ആപ്പുകളിൽ ഒരു റൈഡ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ടിപ്പുകൾ ചോദിക്കും. അവസാനം ആ ടിപ്പെല്ലാം നൽകിക്കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് വാഹനവുമായിട്ട് ഉപഭോക്താവിന്റെ അടുത്തേക്ക് എത്തുകയുള്ളൂ. ഇനിയിപ്പോൾ ടിപ്പ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു കൂടിപ്പോയാൽ ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ചില സമയത്തൊക്കെ ഒരു 3/4 മണിക്കൂർ വരെ എടുക്കുന്ന ഒരു സമയം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യാപകമായ ഒരു പരാതി ഉപഭോക്താക്കൾ കേന്ദ്ര സർക്കാരിന് നേരെ പരാതിയാക്കി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഓൺലൈൻ ആപ്പുകൾക്ക് നേരെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പരാതിയുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. അതായത് നമ്മൾ ടിപ്പ് നൽകിയാൽ മാത്രമേ ഇവർ നമ്മുടെ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ, എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയുള്ളൂ എന്നാണ് ഉപഭോക്താക്കൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഉപഭോക്താവ് വാഹനം ബുക്ക് ചെയ്യുമ്പോൾ മുൻകൂറായി ടിപ്പ് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഓപ്ഷനുകളും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യാത്ര പൂർത്തിയാകുന്നതിന് മുമ്പ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ അഗ്രിഗേറ്റർ ഗൈഡ് ലൈൻസ് 2025 ലംഘനമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ പ്രമുഖ കമ്പനികൾക്ക് ഈ നിർദ്ദേശം ബാധകമാണ്. അഡ്വാൻസ് ടിപ്പ്, ചൂസ് ആൻഡ് ആഡ് ഓൺ ടിപ്പ് നൽകിയാൽ ഡ്രൈവർമാർ റൈഡ് വേഗത്തിൽ സ്വീകരിച്ചേക്കാം തുടങ്ങിയ രീതിയിലുള്ള സന്ദേശങ്ങൾ ആപ്പുകളിൽ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രാലയത്തിന്റെ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. അധിക തുക നൽകിയാൽ മാത്രമേ വേഗത്തിൽ വാഹനം ലഭ്യമാക്കൂ എന്ന രീതിയിലുള്ള ധാരണ ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടാകുന്ന നിയമവിരുദ്ധമാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. തിരക്കേറിയ സമയങ്ങളിൽ വാഹനം ലഭിക്കാൻ 50 മുതൽ 100 രൂപ വരെ മുൻകൂറായി ടിപ്പ് നൽകാൻ യാത്രക്കാർ നിർബന്ധിതരാകുന്ന സാഹചര്യം നിലവിലുണ്ടാകുന്നു. അടിസ്ഥാന സേവനം ലഭിക്കാൻ പോലും അധിക തുക നൽകേണ്ടി വരുന്നത് യാത്രക്കാരിൽ വലിയ രീതിയിലുള്ള അതൃപ്തിക്ക് കാരണമാകുന്നു. ഇതിന് പിന്നാലെയാണ് ഓഗസ്റ്റ് 11 മന്ത്രാലയം കർശനമായ ഒരു നിർദ്ദേശം നൽകിയത്. 2025 മോട്ടോർ വെഹിക്കിൾ അഗ്രിഗേറ്റർ ഗൈഡ് ലൈൻസിന്റെ വകുപ്പിൽ യാത്രക്കാർക്ക് ഡ്രൈവർമാർക്കും സ്വമേധയാ ടിപ്പ് നൽകാനുള്ള സൗകര്യം ആപ്പുകളിൽ നൽകാം. എന്നാൽ ഈ സൗകര്യം യാത്ര പൂർണ്ണമായും അവസാനിച്ച ശേഷം മാത്രമേ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാൻ പാടുള്ളൂ. ബുക്കിംഗ് സമയത്തോ യാത്ര നടക്കുമ്പോഴോ ഇത് കാണിക്കാൻ പാടുന്നതല്ല. കൂടാതെ യാത്രക്കാർ നൽകുന്ന ടിപ്പ് തുകയിൽ നിന്ന് കമ്പനികൾ യാതൊരുവിധ കമ്മീഷനും ഈടാക്കാതെ മുഴുവൻ തുകയും ഡ്രൈവർക്ക് കൈമാറണമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ടിപ്പ് എന്നത് യാത്രക്കാരുടെ താല്പര്യപ്രകാരം നൽകേണ്ടതാണെന്നും അത് സേവനം ലഭിക്കാനുള്ള ഉപാധിയാക്കി മാറ്റാൻ പാടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഉപഭോക്താക്കളെ സ്വാധീനിക്കുന്നതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ യാതൊരു രീതിയും അനുവദിക്കില്ല. നിലവിലുള്ള രീതിയിൽ ആപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്റർഫേസുകൾ തിരുത്താൻ എല്ലാ മോട്ടോർ വെഹിക്കിൾ അഗ്രിഗേറ്റർക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അടിയന്തരമായി പരിശോധിച്ച് നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ യാത്രക്കാരെ അനാവശ്യ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുകയും വാഹനം ലഭിക്കണമെങ്കിൽ അധിക തുക നൽകണമെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന അഗ്രിഗേറ്റർ കമ്പനികളുടെ രീതി അവസാനിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ നീക്കമുണ്ടായിട്ടുള്ളത്. ഡ്രൈവർമാർക്ക് അർഹമായ പ്രോത്സാഹനം ലഭിക്കണമെങ്കിലും അത് യാത്ര പൂർത്തിയായ ശേഷം ഉപഭോക്താവിന്റെ പൂർണ്ണ സമ്മതത്തോടെ മാത്രം ആയിരിക്കണമെന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.